ഗൈസ്, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കൊടൈക്കനാലാണ്. കൊടൈക്കനാലിലെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. നിങ്ങൾക്ക് ആ സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കൊടൈക്കനാലിൻ്റെ ആ മലനിരകളിൽ നിൽക്കുന്ന വീടുകൾ, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. സൈക്കിളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. സ്റ്റാൻഡില്ലാത്ത കാരണം ഞാനിങ്ങനെ പിടിച്ച് നിൽക്കാനുണ്ടാ. ഇന്ന് ആക്ച്വലി നമ്മൾ ഗുണ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സാധാരണ ട്രിപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോവാറില്ല, ടയേർഡായിരിക്കും. പക്ഷേ ഇന്നലെ ടയേർഡായിരുന്നു, പക്ഷേ ഇന്ന് 7:30 വരെ കിടന്നുറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് എനർജി ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ താഴെയുള്ളൂ. ക്ലൈംബ് ഫുള്ളാണെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ. അപ്പോൾ ഇന്നലത്തെ വ്ളോഗിൽ കുറച്ച് പേര് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ചില ഭാഗങ്ങൾ ക്യാമറ താഴോട്ടായിരുന്നു കേട്ടോ. അതിൽ ആദ്യം തന്നെ സോറി ചോദിക്കുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ പുതിയ ക്ലാമ്പ് ഉപയോഗിക്കണത്. ഈ ക്ലാമ്പ് എനിക്ക് യൂസ്ഡ് ആയിട്ടില്ല. അല്ലെങ്കിൽ ഒറ്റ വട്ടം പൊസിഷൻ കറക്റ്റായ സൈസ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം 14 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. 13 കിലോമീറ്റർ ഗുണ കേവ് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ടൗൺ ഇപ്പോൾ കൊടൈക്കനാൽ ടൗണിൽ തന്നെയാണ്. അപ്പോൾ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്തെങ്കിലും ചെറുവക ഓഫ് റോഡ് ഒന്ന് ചെയ്യണം. അങ്ങനെ എല്ലാം കുറച്ച് ചെയ്യണം കേട്ടോ. ഇന്നലെ രാത്രി ഏതൊരു ചേട്ടൻ വന്നിട്ട് റൂമിലാക്കി. ആരാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ കെയർ ടേക്കറല്ല, ഏതൊരു നാട്ടുകാരനാ. എൻ്റെ ക്ഷീണം മുഖത്തെ കണ്ടിട്ടായിരിക്കും തോന്നുന്നുണ്ട്. അപ്പം ഞാനെന്തായാലും അപ്പം തന്നെ കിടന്ന് ഉറങ്ങും ചെയ്തു കേട്ടോ. അതുകൊണ്ട് ആരാണ് നന്ദി പറയാനൊന്നും നിന്നൊന്നുമില്ല. ഇവിടെ ഫുള്ള് ഒരു മലഞ്ചെരുവിലാണ് കേട്ടോ, വീടും ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഒരു 3 ദിവസം കൊടൈക്കനാൽ തന്നെ നിൽക്കും. എന്നിട്ട് റെസ്റ്റ് എടുക്കാം. നല്ല രീതിയിൽ റെസ്റ്റ് വേണം ഗൈസ്. ഇത് വ്ളോഗിങ് മാത്രമല്ല, നമ്മൾ സൈക്ലിങ് ചെയ്യണ കാരണേ നല്ല രീതിയിൽ ടയേർഡാവും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ റെസ്റ്റും കാര്യങ്ങളും റിക്കവറി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? വണ്ടി ഓണാവണില്ല കേട്ടാ. മറ്റേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ സ്റ്റാർട്ടായി. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. കയറ്റത്തൊക്കെ ആയിരിക്കും, എവിടെ പോയാലും കയറ്റം തന്നെയാണ്. അപ്പോൾ പിന്നെ ക്ലച്ച് പിടിച്ചൊന്നാട് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പുഷ് സ്റ്റാർട്ടില്ലേ, ഉന്തി സ്റ്റാർട്ട് ചെയ്യണത്, ആ സാധനം ഇപ്പോൾ ചെയ്ത ആളിട്ടാ. നോക്കി പേര് കണ്ട, മൂഞ്ചിക്കലാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബാക്കിൽ 3-ലിട്ടാ ചവിട്ടണേ, ബാക്കിലത്തെ ഗിയറേ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, സ്മൂത്തായിട്ട് ചവിട്ടി കയറി പോവാം. ഇങ്ങനത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പണി വരണേ കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു ടൗണിലെത്തി. ഇവിടെ ഒരു പ്രത്യേക തരം വണ്ടി, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവും വണ്ടി, ഇവിടെ ആ വണ്ടിയില്ല കേട്ടോ. ഒരു ഇതാണ്, ചോദ്യമാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ അതേതാ വണ്ടിയെന്ന് താഴെ കമൻറ്റ് ചെയ്യും. കൊടൈക്കനാലിൽ ഇല്ലാത്ത ഒരു വണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ബ്ലോക്കൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി പാളും കേട്ടോ. ഈ ജംഗ്ഷനിൽ വന്നിട്ടാണ് നമ്മൾ ഇന്നലെ വഴിയും കാര്യങ്ങളൊക്കെ ചോദിച്ചത് കേട്ടോ. ഇവിടെ വെറുതെ അല്ല, പ്രിൻസസ് ഓഫ് ഹിൽസ് എന്ന് പറയണത് സ്കൂൾ ബസ്സാണല്ലോ. പ്രത്യേക തരം സ്കൂൾ ബസ് കേട്ടോ. വെറുതെ അല്ല പ്രിൻസസ് ഓഫ് ഹിൽസ് എന്ന് പറയണത്. ഒരു സ്ഥലത്തേക്കും ക്ലൈംബ് കയറാണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. അല്ല പിന്നെ ഊട്ടിയിലൊന്നും ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഊട്ടിയിലും മൂന്നാർ ടൗണിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കൊരു പ്ലെയിൻ സ്ട്രെയിറ്റ് റോഡ് കിട്ടും. ഇവിടെ സ്ട്രെയിറ്റ് റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. ഇത് ഇവിടുത്തെ ബസ്സാണ് കേട്ടോ, പ്രൈവറ്റ് അല്ല. ഇവിടുത്തെ തമിഴ്നാട് RTC എന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് പോലും പോകാൻ പറ്റില്ല. അതുപോലെ നമ്മൾ നേപ്പാളിലൊക്കെ കണ്ടില്ല, ഒരു പിങ്ക് കളറിലൊരു ചെടി. എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നു. ഇന്നലെ ഇതൊന്നും വിവരിക്കാൻ ഉള്ള സാവകാശം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ലേക്കിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടാ. ലേക്ക്, ബോട്ടിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് എത്തി. ഒരു മിനിറ്റ്, ഞാൻ ഗിയറൊന്ന് മാറ്റട്ടെ കേട്ടോ. ഓക്കെ, കുറേ വ്ളോഗിലൊക്കെ കണ്ടു കാണും നിങ്ങൾ. അത് ഈ ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് ബോട്ടിങ്ങും ബാക്കി സംഭവങ്ങളൊക്കെ ഉള്ളത്. അവിടെ ചെറിയൊരു ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സൈക്കിളിൽ യാത്ര ചെയ്ത് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ആസ്വദിക്കുക. അല്ലാണ്ട് ബോട്ടിങ് അവിടെ പോയി ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ് നാക്കെടുത്തില്ല. ചെറിയൊരു നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, പ്ലെയിൻ റോഡ്, ക്ലൈംബ് ഇല്ലാണ്ട്. ഒരു സമാധാനം കേട്ടോ ഇങ്ങനെ റോഡും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ. അങ്ങനെ നമ്മൾ നടന്ന് അപ്പർ ലേക്ക് വ്യൂവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ
അങ്ങോട്ട് കൊടൈക്കനാൽ റോസ് ഗാർഡനും ഇങ്ങോട്ടേക്ക് അപ്പർ ലേക്കും. സർ ഗുണ കേവ് പാക്കുന്നതുക്ക് போயிட்டு லெஃப்ட் 5 கிலோமீட்டர் 5 കിലോമീറ്റർ സ്ട്രൈറ്റാக പോയിട്ട് லெஃப்ட் அங்கே விசாரிச்சு ശരി എടുക്കും. ഓക്കെ താങ്ക്സ്. നടന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇന്നധികം ഇത് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. പില്ലർ റോക്ക് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ പൈൻ ട്രീ ഫോറസ്റ്റ് ഉണ്ടോന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ നേപ്പാളിൽ പോയിട്ട് ചെയ്ത പോലെ അവിടെ നമ്മുടെ കൊടൈക്കനാൽ ആ ലേക്ക് വ്യൂവിൻ്റെ അവിടെ നിന്ന് നമ്മൾ കയറി ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്പോൾ ആസ്ട്രോഫിസിക്സിൻ്റെ എന്തോ മ്യൂസിയം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. ഇവിടം വരെ ഓക്കെയാണ്, നമുക്ക് ക്ലൈമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫുള്ള് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇറക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ടേക്ക് ഫുള്ള് സ്ലോപ്പാണ് കേട്ടോ. സോ അങ്ങോട്ടേക്ക് റൈഡ് ചെയ്യാനുണ്ട്. 1 കിലോമീറ്റർ നടന്നു, അത് മതി. ഇനിയിപ്പോൾ നമുക്ക് റൈഡ് ചെയ്യട്ടെ, കുറച്ച് ഇറക്കല്ലേ, സമാധാനമായിട്ട് പോകാം. അപ്പോൾ ഇവിടെ നിറച്ച് തിരക്ക് കാര്യങ്ങൾ ഏരിയ ഉണ്ട്, മ്യൂസിയം, അങ്ങനെ അവിടെ റോസ് ഗാർഡനും അങ്ങനത്തെ കുറേ ഇതുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ ഇനി ഇവിടെ നിന്ന് നേരെ ഇറങ്ങാം കേട്ടോ. ഇറങ്ങാണ് ഇവിടെ നിന്ന് തൊട്ട്. ഞാനത് എടുത്ത് പറയണത് എനിക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയണത്. ഇവിടെ വരെ കയറ്റായിരുന്നു, ഇവിടെ ഇനി ഇറക്കാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് നമ്മുടെ മെയിൻ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഫുള്ള് ക്ലൈമ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മുനിസിപ്പാലിറ്റി കൊടൈക്കനാൽ അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റി അല്ലാന്നുണ്ട്. കാരണം താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. എനിക്ക് ഇറക്കം വരുമ്പോൾ പേടി, അതൊക്കെ തിരിച്ച് കയറ്റണ്ടേ ദൈവമേ. അണ്ണാ വളി. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കറിയാം ഏതാ മുനിസിപ്പാലിറ്റി എനിക്കറിയില്ല, പക്ഷേ അവിടെ താങ്ക്സ് അഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അപ്പോൾ തിരക്ക് കണ്ടില്ലേ. നമ്മുടെ സീസൺ വരണത് ഏപ്രിൽ മെയ് ജൂണാണ് കേട്ടോ. കൊടൈക്കനാൽ സീസണിൻ്റെ സമയം, ടൂറിസ്റ്റുകൾ നല്ല രീതിയിൽ വരുന്ന സമയം ഏപ്രിൽ മെയ് ജൂൺ വെക്കേഷൻ ടൈമാണ് കേട്ടോ. ആ ഒരു ടൈമിലാണ് പീക്ക് ടൈം. പിന്നെ ആരെങ്കിലും ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ, മൂന്നാർ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പഴനിയിൽ നിന്ന് മാക്സിമം നേരത്തെ ഇറങ്ങിയിട്ട് നമുക്ക് കൊടൈക്കനാൽ ടൗണിൽ തന്നെ റൂം എടുക്കാം കേട്ടോ. സൈക്കിളിൽ വരുന്നവരാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ. ബാക്കി ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഈശോ കുരങ്ങൻ്റെ 2 കുട്ടികൾ ഇപ്പം തന്നെ വണ്ടിയുടെ അടിയിൽ പോയേനെ. അപ്പം ഞാൻ സൈക്കിളിൽ വരുന്നവരാണ് കേട്ടോ. ഈ ഇങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ടെങ്കിലേ നേരത്തെ തന്നെ വരാം. കൊടൈക്കനാൽ ടൗണിൽ തന്നെ റൂം എടുക്കാൻ നോക്കാം കേട്ടോ. വലിയ ടഫായിട്ടുള്ള ക്ലൈമ്പും കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് നോർമൽ ഒരു ഇതും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, മൂന്നാറൊക്കെ പോയിട്ടുള്ളവർക്ക് സുഖമായിട്ട് കയറി വരാം കേട്ടോ. പ്രിൻസസ് ഓഫ് ഹിൽസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് കയറി വരാം, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ക്ലൈമ്പുണ്ട്, മാനേജ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, ടൗണിൽ തന്നെ ഇതെടുക്കുക കേട്ടോ. എന്നിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം എക്സ്പ്ലോർ ചെയ്യാൻ 10-15 കിലോമീറ്റർ ഇതുപോലെ റൈഡ് ചെയ്താൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും കൊടൈക്കനാൽ തന്നെ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ മോനെ വൈബിട്ടോ പൊളിച്ച്. KRP പണ്ടത്തെ രജിസ്ട്രേഷൻ അല്ലേ? KRP ചോദിച്ചോ കേട്ടോ. ഭീഷ്മയിലത്തെ പാട്ടൊക്കെ വെച്ച് വൈബ് ചെയ്ത് പോണ്. സീൻ ഛേ. കേരളത്തിൽ നിന്നാണോ? കേരളാവോ? എവിടെയാ കേരളത്തിൽ? അവിടെ നിന്ന് ഓടിച്ചു വന്നതാ? എന്റെ പൊന്നെ തണുക്കില്ലേ? ഞാൻ തൃശ്ശൂര്. ഏതാ?
സൈക്കിളിലെ വീഡിയോ വരണ അതന്നെ. നൈസ് വൈബായിണ്ട്. ശരി ശരി പൊളിച്ചേട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് വൈബ്. എനിക്ക് മനസ്സിലാവില്ല കേട്ടാ, വീഡിയോ കൂടി 10-20,000 പേര് കണ്ടാലുള്ളൂ. പക്ഷെ കുറേ പേര് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ. ഞാൻ സർപ്രൈസാണ്. എൻ്റെ ഒരു വിചാരം ആരും നമ്മളങ്ങനെ തിരിച്ചറിയുന്നില്ല, നമ്മളിങ്ങനെ സൈക്കിളൊക്കെ ചെയ്ത് നടക്കുന്ന ഇതല്ല. പക്ഷെ സൈക്കിളിൻ്റെ ആളല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മനസ്സിനൊരു കുളിർമ കേട്ടോ. ലിവിങ് ഇൻ മൈ ഡ്രീംസ് എന്ന് വേണമെങ്കിൽ പറയാം. 2019 കണ്ട സ്വപ്നത്തിൽ ആണ് ഞാൻ ജീവിക്കുന്നത്. ലിവിങ് ഇൻ മൈ ഡ്രീംസ്. ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെയൊക്കെ പോകണം ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഓ, ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പൈൻ ഫോറസ്റ്റിലേക്ക് 2 കിലോമീറ്റർ, നോ പാർക്കിങ്. നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. കാലത്ത് 9 മണി തൊട്ട് ഈവനിങ് 4 മണി വരെ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശനമുള്ളൂ കേട്ടോ. പൈൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഗുണ കേവ്, പിന്നെ പൂമ്പാറ ടെമ്പിളോ അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ ഗുണ കേവിലേക്ക് വരണമെങ്കിൽ 9 മണി തൊട്ട് 4 മണി വരെ കേട്ടോ. ദൈവമേ, സൈക്കിളോടെ വിൽക്കാൻ പറയുകയാണെങ്കിൽ പെടും കേട്ടോ. ഇല്ല, ശെല്ലിനെ പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. നോക്കി, വലിയൊരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. കാറും ഇതൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് ഈ തിരക്ക് ഫുള്ള് ഗുണ കേവിലേക്കാന്ന് തോന്നുന്നുണ്ട്. എല്ലാം പിന്നെ KL വണ്ടികളായതുകൊണ്ട് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. ഇത് തന്നെയാണ് കേട്ടോ ചേട്ടാ ഗുണ കേവിലേക്കുള്ളോ? ഗുണ കേവ് നേരെ പോണോ? എവിടെ, ഏതാ റൂട്ട്? ആ, കാണാറുണ്ടോ? താങ്ക് യു. വ്ളോഗിലുണ്ടോ? ഗുണാക്കേവ് ഏതാ റൂട്ട്? അപ്പുറത്തെ വഴിയാണോ? ഇത് പൈൻ ഫോറസ്റ്റോ? അതെ, ഓക്കെ. ആ, ഓക്കെ. ഇത് മറ്റേ വ്യൂ പോയിന്റ് അതന്നെയാടാ. ജോയൽ ജോഷി എന്ന് പറയുന്നുണ്ട്. ഇതാ തന്നെയാണ് കേട്ടോ റൂട്ട് വരുന്നത്. വ്യൂ പോയിന്റ് നോക്കിയേ. എൻ്റെ പൊന്നെ, കൊടൈക്കനാലിലത്തെ ജനസംഖ്യനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് ഇവിടെ. ഓ സീൻ. ഇവിടെ ഫുള്ള് ഇതുണ്ടോ, ടിക്കറ്റ് ഉണ്ടെന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ? ടിക്കറ്റ് എന്തോ സംഭവമുണ്ട്. സാർ ഗുണ കേവ് പോണോ? സ്ട്രൈറ്റാ? സൈക്കിൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആരും എടുത്തു കൊണ്ടുപോയില്ല എന്ന് വിചാരിക്കുന്നു. ഈ തിരക്കിൻ്റെ ഉള്ളിൽ എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിരിക്കണമെന്ന് വിശ്വസിക്കട്ടെ. ഞാൻ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ചെറിയ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ്. എൻട്രി ഫീ മോയിർ പോയിന്റോ അങ്ങനെ താണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഹാൻഡി ക്യാം, വീഡിയോ ക്യാം 300. ഗോപ്രോ എടുത്ത് ഉള്ളിലേക്ക് വയ്ക്കട്ടെ കേട്ടോ. സ്റ്റിൽ ക്യാമറ 50, 1 പേഴ്സൺ ഓൺലി 10 രൂപ. ഇന്ത്യന് 10 രൂപ ഉള്ളൂ കേട്ടോ. അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവിടെ ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആൾ നോക്കിക്കോളാന്ന് പറഞ്ഞ്. ഇത് പെട്ടെന്ന് നമുക്കിവിടെ കണ്ടിട്ട് പോകട്ടെ. ചെറിയൊരു വ്യൂ പോയിന്റ് ആ ഒരു ഇതാണ്. ഇതൊരു കൊള്ളാലോ. ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ചരിത്രം എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പൊന്നെ, അതിൻ്റെ മേലേക്ക് കയറണം. അതിൻ്റെ മേലേക്ക് കുറച്ച് സീനായിരിക്കുമല്ലോ. ഇവിടെ ഈ ഒരു ബൈസൈക്കിളാണ് കേട്ടോ. ബൈസണല്ല, ന്യൂ വേർഡ് അൺലോക്ക്ഡ്. ബൈസൈക്കിൾ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ചെറുതല്ല, വലിയൊരു വ്യൂ പോയിൻ്റ്. കൊള്ളാലോ, നോക്കട്ടെ കേട്ടോ. അവിടെ സൈക്കിളിരിക്കുന്ന കാരണം ചെറിയൊരു ടെൻഷൻ ഇല്ല. അതില്ല. ആ, സേഫാണ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് ഇതൊന്നുമില്ല. നൈസ്. ചെറിയൊരു 360 ഡിഗ്രിയിൽ നമുക്ക് വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നൈസ്. അവിടെ കുറച്ച് ക്ലൗഡിയാണ്, അല്ലെങ്കിൽ ആ ഭാഗം ക്ലിയർ ആയിട്ട് കണ്ടേനെ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ ആക്ച്വലി. പിന്നെ അപ്പുറത്തെ സൈഡിലാണ് കുറച്ചും കൂടി ഇതുള്ളത്. അതിൻ്റെ മേലേക്ക് കയറണം. അതിൻ്റെ മേലേക്ക് കയറിയിട്ട് നോക്കി നോക്കട്ടെ. ഈ സെയിം വ്യൂ തന്നെയാണ്, കുറച്ചുകൂടി ഹൈറ്റിൽ കിട്ടുന്നുള്ളൂ. നോക്കട്ടെ, അതിനായിട്ട് പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കി നോക്കട്ടെ കേട്ടോ. ഇവിടെയും ഇത് തന്നെ കേട്ടോ. ആ റൂട്ട് അങ്ങോട്ട് മല കയറി പോകാമെന്നുണ്ട്. ഈ സെയിം ഇത് തന്നെ. പക്ഷേ ആൾക്കാർ നല്ല തിരക്കുണ്ട് കേട്ടോ. ഫുള്ള് നല്ല തിരക്കുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് പയ്യെ പോവാം കേട്ടോ. ഗുണ കേവ് പോകുന്ന സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു മ്യൂർ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോരെ, ഈ പോയിന്റും വരണത്. സോ ആൾക്കാർ കുറേ പേര് ജസ്റ്റ് ഒരു വ്യൂ ഉണ്ട് അത്ര. പക്ഷേ കുറേ പേര് ആൾക്കാർ ഫോട്ടോ എടുക്കാനും. അണ്ണാ ഒരു മിനിറ്റ് ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ ബ്ലറായി പോട്ടാ. എനിക്കറിയാം എൻ്റെ വിഷമം. മുന്നിൽ ഒരാൾ വന്നു. സോ നമുക്ക് ഇവിടുന്ന് പയ്യെ കയറാട്ടോ. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ ഗുണ കേവിലേക്ക്. സൈക്കിള്
ആള് നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. നോക്കട്ടെ. സോ ഭാഗ്യം ഗൈസ്, സൈക്കിളാരും തൊട്ടിട്ടില്ല കേട്ടാ. അവിടെ അറ്റത്ത് എന്ത് രസമായിട്ട് നോക്കിയാൽ ഉമ്മച്ചൂട്ടികൾ ഫുള്ള് വൈറ്റ് തീമിലിട്ട് ആ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വൈറ്റ് തീമിലിട്ടാ. തട്ടൊക്കെ ഇട്ടിട്ട് ആ ഒരു ഫുള്ള് വൈറ്റ് ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി, നല്ല ഭംഗിയുണ്ട്. നമ്മൾ നിൽക്കുമ്പോഴാണ് അവർ അങ്ങോട്ട് കയറി പോയി കേട്ടോ. ഒടുക്കത്തെ ലുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുള്ള് ഗ്രൂപ്പായിട്ട് കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴേ നൈസ്. നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. പൈൻ ഫോറസ്റ്റുകളുടെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയത്. ഇവിടെയാണ് ഗുണ കേവും മറ്റ് സാമഗ്രികളും കാര്യങ്ങളെല്ലാം വരണത്. ചേട്ടാ ഗുണ കേവ് എവിടെയല്ലേ? ഗുണ കേവ് എവിടെയാ വരണേട്ടാ? ഗുണ കേവിലേക്കുള്ള ബ്ലോക്ക് നോക്കിയേ. ഹായ്, നീയാണോ നേരത്തെ വിളിച്ചേ? ആര്? ഹായ് പറഞ്ഞോ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നതോ? ഫാമിലിയാ അതോ എല്ലാവരും ഫ്രണ്ട്സ്? അടിപൊളി. ഇത് ഒരു കൂട്ടം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഹായ് പറഞ്ഞു. നിങ്ങൾ നേരത്തെ ഗ്രൂപ്പിലുള്ളതോ? ആ സെയിം ഗ്രൂപ്പാ. അവരെ ഞാൻ കണ്ടു. ഈ ചോദിക്കല്ലേ? ഓക്കെ, എല്ലാവരും ഹായ് പറഞ്ഞോ. എന്താ ഹായ് പറഞ്ഞോ? ഹായ്. എല്ലാവരും വ്ളോഗിലുണ്ടാവും. ഓക്കെ, ബൈ ബൈ ബൈ. ആ ഗുണകേവില് കാണാം. ഗുണകേവിലുണ്ടാവും. ഏതാ ഇത്? കുറച്ച് കാശേടാ. മോഡിഫിക്കേഷനൊക്കെ ചേർത്ത് വരുമ്പോൾ കുറേ ആവും. ഓക്കെ, വീഡിയോ എല്ലാവരും കണ്ടോ? എല്ലാവരും കാണാറുണ്ട്. ഹായ്. ഇനി ആരെയൊക്കെ എടുക്കണ്ട? എല്ലാവരും കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? ഇനി എല്ലാവരും 50 രൂപ വെച്ച് തരണം. 50 രൂപ. ശരിടാ, കാണാം. ഫുള്ള് ഇറക്കാന്നുണ്ടല്ലേ? നോക്കട്ടെ, അവിടെ വെച്ച് കാണാം. പക്ഷെ എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഗുണ കേവിൽ കയറാം. ഫുള്ള് തിരക്കാട്ടോ. നോക്കി, നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഇന്നൊരു വർക്ക് ഏതാ ഡേ എന്നൊന്നും ഓർമ്മയില്ല. വർക്കിംഗ് ഡേ ആണെന്നറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 ദിവസമായെന്ന് അറിയാം. ഏതൊരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് നോക്കിയേ, ഓണം വെക്കേഷൻ ഇതാണ് കേട്ടോ. പൈൻ ഫോറസ്റ്റും ഗുണാക്കേവും ഒരുമിച്ച് അടുത്തടുത്താ വരണേ. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ, ഇത് അങ്ങോട്ട് നീളുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ ഗുണാക്കേവ് കേട്ടോ. 10 രൂപ തന്നെയാണ് ഇവിടുത്തെ പോലെ തന്നെ. തൊട്ട് സൈഡിൽ ഞാൻ സൈക്കിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പ്രശ്നമാവില്ല എന്ന് വിചാരിക്കുന്നു. തോന്നണല്ലേ ഇവിടെ ആരും അങ്ങനെ പണി വരുന്നു കേട്ടോ. ഞാൻ മണലിൻ്റെ സൈഡിലാണ്, അത്രയ്ക്ക് പെട്ടെന്ന് വ്യൂ കിട്ടില്ല. പുള്ളി കയറാം കേട്ടോ. ഗൈസ്, നമ്മൾ ഗുണാക്കേവിൻ്റെ എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട. അമ്മേ വേണ്ട മക്കളെ. ഒന്നാമത് മങ്കി ബോക്സൊക്കെ നടക്കുന്ന സമയമാണ്. മങ്കിയായിട്ട് എന്തെങ്കിലും ആ ബോക്സിന് ബന്ധമുണ്ടോ അറിയില്ല, എന്നാലും പേടി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തോരം നടക്കുന്ന അറിയില്ല. ചേട്ടാ എന്തോരം നടക്കണം അങ്ങോട്ട്? കുറേ ഉണ്ടോ? കുറേ ഉണ്ടെന്നാണ് പറഞ്ഞേ. വേഗം പോയി കണ്ടിട്ട് വരാം കേട്ടോ. സൈക്കിൾ അവിടെ പുറത്ത് ഒറ്റയ്ക്കാണ് എന്നെയും കാത്തിരിക്കുന്നത്. സോ വേഗം പോയി കണ്ടിട്ട് വരാം ഗൈസ്. ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങാൻ കേട്ടോ ഗുണാക്കേവിൻ്റെ ഭാഗങ്ങളൊക്കെ. ഈ സ്റ്റെപ്പ് തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ വന്ന വഴിയൊന്നും മറ്റേ സിനിമയിൽ കണ്ടിട്ടുള്ള ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല. ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഈ സ്റ്റെപ്പ്, ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് ഓടിക്കാറുള്ളത് എൻ്റെ മോനെ ഫസ്റ്റ് ടൈം ആണുണ്ടോ ഞാൻ ഗുണാക്കേവ് വരുന്നത്. കൊടൈക്കനാൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ. വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സുവർണ അവസരം. മോനെ നോക്ക്, സീൻ അടിപൊളി കേട്ടോ. ആ വേരുകളൊക്കെ ഇരിക്കണ നോക്കി. ഇത് ഗൈസ്, എൻ്റെ മോനെ സീൻ. ഇതാണ് കേവിൻ്റെ ആ ഉൾവശത്ത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് ഇതും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ കൂടെ ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ ഇതുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ ഉൾഭാഗം ഫുള്ള് ഒരു ഗർത്താണ് കേട്ടോ. ഇനി ഇവിടെ ഇതിൻ്റെ മേലേക്ക് കയറാം. ഇതിൻ്റെ മേലേക്ക് ആദ്യം കയറിയിട്ട് പിന്നെ അവിടേക്ക്. ഹായ്, പരിചയം വിളിക്കണ്ട. ഹായ്, താങ്ക് യു. യൂട്യൂബറാന്ന്. താങ്ക് യു. പേരെന്താ? ഏതാ? ജമൻ. നീ ഈ കാണാറുണ്ടോ? ഉറപ്പാണോ? അതെ, താങ്ക് യു. കാണലുണ്ട്. പേര് ജോയൽ ജോഷി എന്നാ. ചാനലിന്റെ പേര് തന്നെയാ. വ്ളോഗിൽ വരും. ഇവിടെ ഇതിൽ കൂടെ പിടിച്ചു തരാട്ടാ. സെറ്റ്. ഇവിടെ മറ്റേ ആ കുഴിയുണ്ട് കേട്ടോ. അതെ, ആ ഗ്രില്ലിട്ട് വെച്ചിട്ടുള്ള ഇതുകളില്ലേ, ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെ, ഇതിനൊക്കെ അത്രയും താഴ്ചയുണ്ട്. ഇതിനൊക്കെ കാണുമ്പോൾ തോന്നണില്ല കേട്ടോ. പുല്ല് വെച്ചിട്ട് നോക്കിയേ.
പക്ഷേ താഴ്ച ഉണ്ടെന്നാണ് ചിലപ്പോ അറിയില്ല ഏട്ടാ. അച്ഛൻ പോയി താഴ്ച നോക്കിയിട്ട് വന്ന് പറയണ പോലെയോ ഈ സാധനം. എന്റെ പൊന്നെ സീൻ നോക്കിയേ, അങ്ങോട്ടേക്കാണ് കേട്ടോ, ആ ഒരു സൈഡിലേക്കാണ്, അങ്ങോട്ടേക്കാണ് പോണേട്ടാ. സീൻ നമുക്ക് അതിൽ കൂടെ പോകാം കേസ്. ഫുള്ള് ചീവീടിന്റെ സൗണ്ട് ആട്ടോ, നല്ല രീതിയിൽ ചീവീടിന്റെ സൗണ്ട് ഉണ്ട്. ഇതാ സൈഡിൽ നിന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണം. നല്ല കോടയും കൂടി ഉണ്ടെങ്കിൽ നൈസ് വൈബ് ചെയ്യാനാട്ടാ. ആ സൈഡിൽ കോടയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ചെയ്യാനാ. ഇവിടെ നിന്നാണ് കേട്ടോ ഒരു പിന്നെയൊരു വലിയ വ്യൂ ഉള്ളത്. ഓക്കെ സീൻ അടിപൊളി. എനിക്ക് തോന്നുന്നത് അതിൻ്റെ മേലെ കിടന്ന കുറച്ചുകൂടി നല്ല വ്യൂവിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ എന്തായാലും കയറി നോക്കി നോക്കാം കേട്ടോ, കയറി നോക്കി നോക്കാം. നല്ല ഇതുണ്ട്. ഇവിടെ നിന്നുള്ള എന്റെ പോലെ അങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റിന്റെ അവിടെ കേട്ടാ നമ്മളാ ഇത് കണ്ടില്ലേ, സീൻ പൊളിച്ച് ഒക്കെ മലയുടെ ഇടയക്കൂടെ ഒക്കെ ചോർന്ന് പോകട്ടെ. അവിടെയൊക്കെ നോക്കി ഓരോരോ കുഴികൾ ഓരോ സ്ഥലത്ത്. എന്റെ മോനെ പൊളിച്ച്. ഹായ്, താങ്ക് യു. വീഡിയോസ് കാണാറുണ്ടോ? താങ്ക് യു. പേരെന്താ? പ്രജിത്ത്. എവിടെ വീട്? തിരുവനന്തപുരം. ട്രിപ്പായിട്ട് വന്നതാ? ഫാമിലി ട്രിപ്പ്. മറ്റേ ആ വേരിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. അവിടെ നിന്നിട്ട് എടുത്തിട്ട് നമുക്ക് വേഗം ഓടി പോവാം. സൈക്കിൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സൈക്കിളിൽ തിരിച്ച് തൃശ്ശൂർക്ക് പോകട്ടോ, അല്ലെങ്കിൽ ബസ്സിന് കൊണ്ടുവരും. നോക്കട്ടെ സൈക്കിൾ അവിടെ ഉണ്ടോ. ആ ഒരു പേടിയിലാണ് കേട്ടോ എല്ലാം കയറി വരണത്. ഹായ് പറഞ്ഞു. ഹായ് ഹായ്. ഇപ്പൊ ശരിക്കും കിട്ടി. നേരത്തെ റെക്കോർഡ് ബട്ടൺ അമർത്താൻ മറന്നുപോയി. ആ വേരിൻ്റെ അവിടെ പോയിട്ട് ചെറിയൊരു ഫോട്ടോ എടുത്തിട്ട് നീങ്ങാട്ടോ. ഇത് അവിടെയാണ് ആ വേര്, ആ ഒരു ഐക്കോണിക് പ്ലേസ്. കോഴിക്കോട്. ഹായ് പറഞ്ഞു. റോണിനെ കണ്ടിട്ടുണ്ട് കോഴിക്കോട്ടെ നിന്നും. വീഡിയോസ് കാണാറുണ്ടോ? താങ്ക് യുടാ. എൻ്റെ മോനെ ഫൈനലി സൈക്കിൾ കിട്ടി. സൈക്കിള് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചെറിയൊരു ഭയട്ടാ. കാലത്ത് വരുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫുള്ള് മൂടി കെട്ടിയിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകളും അങ്ങനത്തെ ഇതുകളൊക്കെയാണ് കേട്ടോ. ഇവിടെയും ചിക്കൻ ഷവായ ഉണ്ടല്ലോ, ചിക്കൻ ഷവായ ഉണ്ട്. വേണ്ട, ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി 263 രൂപ. അനീഫ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലാതെ ഉണ്ടാകുന്ന വലിയ ഹോട്ടലാണ്. ഫാമിലി ഒക്കെ ഉണ്ട് ഇവിടെ, പൊറോട്ടയൊക്കെ അടിയുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല വെയിലായി. ഒരു അരമണിക്കൂർ സംസാരിച്ച് വീട്ടിലേക്ക് വിളിച്ചിട്ട് സമയം പോയി. ഇനി നമുക്ക് നേരെ ബിരിയാണി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. ഫുൾ ഇറക്കാട്ടോ. ആ ലൈക്കും ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, വലിയൊരു ഇറക്കാണ്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുത്തതാണ്, പക്ഷേ ഗോപ്രോൻ്റെ എന്തോ ഗ്ലിച്ച് വന്നു. അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എൻ്റെ മോനെ കുതിര സവാരി നോക്കിയേ ഗൈസ്, കുതിര. എൻ്റെ പൊന്നെ, കുതിരയാണ് നോക്കണേ, കാട്ടിത്തരാം. മോനെ പൊളിച്ച് കുതിരകൾ നിൽക്കണ നോക്കിയേ, നല്ല രസം കേട്ടാ. ഇത്രയും അടുപ്പിച്ച് കുതിരകളാണ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കുതിരകൾ അടുപ്പിച്ച് കിടന്ന്. എൻ്റെ മോനെ പൊളിച്ച്. എവിടെ പോകാൻ? 1/2 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ. ഗൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്ന മെമ്മോറിയൽ ഹോഴ്സ് റൈഡിങ് ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. വീഡിയോ 200, ഫോട്ടോ ഫുൾ റൗണ്ട് 600, 1/2 കിലോമീറ്റർ പോകാൻ 200 രൂപയാണെന്ന് പറഞ്ഞ കേട്ടോ. ഫിക്സഡ് പ്രൈസാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഗൈസ് ഞാൻ കുതിരയിൽ കയറാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ഒരു വെള്ള കുതിര, കുതിരയുടെ ബാക്കിൽ കൂടെ പോകരുതെന്നാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, എൻ്റെ പിന്നെ ഫസ്റ്റ് ടൈം ആണ് കുതിരയിൽ കയറാൻ പോണേ. എനിക്ക് ചവിട്ടണോ? ഇത് ഇത് $200 1/2 കിലോമീറ്റർ തന്നെ. 1 കിലോമീറ്റർ അപ്പ് ഉണ്ടോ? ഇല്ല പോതും. സ്റ്റേഡിയായിരുന്നു. എൻ്റെ ദൈവമേ ഗൈസ്, ഒരു രക്ഷയില്ലാട്ടാ.
വേണം. ദൈവമേ വെള്ളക്കുതിരയില് ചേട്ടാ നീങ്ങ സൈക്കിളിൽ പോരും. ആ ദൈവമേ മെതുവാ മെതുവാ ഇത് വാക്കാ പൊന്ന് സീൻ ബാലൻസ് കാല് ബലം കൊടുക്കണം. മുമ്പോട്ട് നീട്ടി ബലം കൊടുക്കും. ഓക്കെ 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 എല്ലാം പോലെ സീൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഈ എല്ലാ കുതിരകളും ഒരുമിച്ച് നിൽക്കുന്ന കാരണം കണ്ടപ്പെട്ടോ കേട്ടോ എടുത്തതാ. യാ കാണാറുണ്ടോ? കുലുങ്ങി 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 കുലുങ്ങി. അണ്ണാ കുതിരയ്ക്ക് പേരെണ്ണ വെച്ചിരിക്ക? അലക്സ്. അലക്സേ പയ്യപ്പാടാ. ഇതും കൊണ്ട് സമ്മതിക്കണട്ടാ. മറ്റേ സാധനം ചെയ്യില്ലേ ഹോഴ്സ് റൈഡിങ് പ്രാക്ടീസ് பண்ணல இங்க ஏதாவது இருக்குமா? இங்க இல்லை. എൻ്റെ അമേസിങ് പൊളിച്ചേട്ടാ. അങ്ങനെ ഇത് കഴിഞ്ഞു കേട്ടോ. முடிஞ்சிருச்சு. நல்லா இருக்கண்ணா. വെയിറ്റ് பண்ண அப்படியே ഇറങ്ങக்கூடாது. ഇല്ല நம்ம இறக்கி. ഓക്കെ അവർ പറയുമ്പോൾ ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ இந்த காலை உருவக்கூடாது. இந்த காலை பேலன்ஸ் எடுத்துக்கணும். இந்த பேலன்ஸ் முடிஞ்சு ஷோல்டர் பிடிச்சோம். இது பிடிக்கும் பாக்ஸர் கால். എൻ്റെ പൊന്നേ സീൻ. കൊഞ്ചിക്കലാമാ? ആ തൊട്ടോട്ടെ മോനെ. ഒന്നും ചെയ്യാതെ. അലക്സ് താനേ? അലക്സ്. എന്തത് എന്തെങ്കിലും ക്യാരറ്റ് എന്തെങ്കിലും വാങ്ങി കൊടുക്കായിരുന്നു കേട്ടോ പാവം. நல்லா ரைட் பண்ணிட்டேன்டா. പൊളിച്ചട്ടാ. എങ്ക ഗൈസ് അങ്ക இருக்குதா ഗൈസ്? ഇവിടെ ക്യാരറ്റ് അലക്സിന് ക്യാരറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത് ക്യാരറ്റ് കൊടുക്കാണ്ടൊരു സുഖമില്ല ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അലക്സിൻ്റെ ഹോഴ്സ് റൈഡിങ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഈ അടഞ്ഞു കിടക്കുന്ന കട കണ്ടോ? ഈ കട ടാർപ്പായിട്ട് മൂടിയത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. വേറെ ഒറ്റ സ്ഥലത്തും ഇല്ല. പിന്നെ ഒക്കെ ഫ്രൂട്ട്സ് ആണ്. എന്തിട്ടോ കുതിരയ്ക്ക് കൊടുക്കാൻ പറ്റാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഷൗട്ട് ഔട്ട് ടു അലക്സ് ഗൈസ്. കമൻറ്റ് ചെയ്യൂ അലക്സ്. #അലക്സ്. പൊളിച്ച് അടിപൊളിയായിരുന്നു. നിങ്ങൾ വരാണെങ്കിൽ ഹോഴ്സ് റൈഡിങ് ചെയ്ത് നോക്കണം. 200 രൂപയാണ്, പക്ഷേ രസമാണ് ഗൈസ്. ഇപ്പോൾ തന്നെ സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ചോക്ലേറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ 3 ഓറഞ്ചിന് 100 രൂപയാണ് വരുന്നത് കേട്ടോ. 3 ഓറഞ്ച് ഭയങ്കര മധുരമാണെന്ന് പറഞ്ഞ്. സാർ എപ്പോഴും ഇருக்கு സാർ? ടേസ്റ്റാ இருக்கா? ஓகே கன்ஃபார்ம் இதுன்ற. அப்போ இது இருக்குது இது இருக்குதுங்க. சாக்லேட்டு எவ்வளோ? சாக்லேட் வந்து இது 1/4 கிலோ 200 ரூபா. 1/4 கிலோ 200. பாக்ஸ் 200 200. பாக்ஸ் 80 ரூபா. பாக்ஸ் 80 ரூபா. 80. 100 ரூபாய்க்கு மிக்ஸ் பண்ணி எடுக்க முடியுமா? ஓகே 100 ரூபாய்க்கு மிக்ஸ் பண்ண எல்லாமே மிக்ஸ் அது வேணும். ஆ 100 மிக்ஸு. ஓகே எவ்வளோ கேஜி? ஹாஃப் 100 ரூபாய்க்கு உங்களுக்கு தகுந்த மாதிரி போட்டு தரேன். சரிங்களா? எவ்வளோ கிராம் இருக்கும்? 100 ரூபாய்க்கு போட்டு தரேன். അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ സാധനമാണ്. ഇത് എണ്ണത് 1/4 കിലോ വരാതെ സമി. അതിലും 1/4 കിലോക്ക് കമ്മി. ഓക്കെ ഓക്കെ. ഇത് എണ്ണത് കൊടൈക്കനാൽ സ്പെഷ്യൽ. ഇത് 100 100. വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങാൻ, ഞാൻ യൂഷ്വലി അങ്ങനെ വാങ്ങി കൊണ്ടുപോകാറില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോവാം കേട്ടോ. കുറച്ച് പണിയുണ്ട് റൂമിലെത്താൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാട്ടോ. എൻ്റെ മോനെ അതാ ഒരു ടാറ്റ ഹാരിയർ വരുന്നുണ്ട്. ഹാരിയർ ഈ വഴി ഫുള്ള് ആൾക്കാരുകൾ പുതിയ വീട് പണിയിലും കുറേ കോട്ടേജസും വില്ലകളൊക്കെയാണ് കേട്ടോ. ഈ വഴിയിൽ ഫുള്ള് ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ്. ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ അതെ കൈമത്തെ ഇതൊക്കെ നോക്കി വൈബ്രേറ്റ് ചെയ്തിട്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇത് വരുന്നത്. സ്യാമാൻടെക് അങ്ങനെ എന്താ പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരു വീടാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. ഒരു ഹോം സ്റ്റേ
കം വില്ല സെറ്റപ്പാണ്. അപ്പോൾ അത് ഞാൻ കാട്ടിത്തരാം. ദൈവേ ഓടി വന്നിട്ടാ പണിയാ. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. ഇത് രണ്ടാമത്തെ ദിവസമാണ് ഷൂട്ട് ചെയ്യണത്. ആകെ കൂടി ഈ ഒരു ബനിയൻ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഈ ജേഴ്സി ഇങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഫുള്ള് എൻ്റെ കയ്യിലുള്ളത്. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും അത് തന്നെയാണ് നല്ലത്. പിന്നെ രാത്രി ഞാനിവിടെ വന്നപ്പോൾ വഴി തെറ്റിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എന്നെ വന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ആൾ റൂമിലേക്ക് ഒരാക്കി തന്നു. എന്നെ കണ്ടിട്ട് എൻ്റെ മുഖം വയ്യാണ്ടായിട്ട് ലൈക്ക് പാവം തോന്നിയിട്ട് രക്ഷിക്കാന്ന് പറയുന്നത് ഒരു പ്യുവർ സോൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു. തല പൊക്കി പിടിക്കാനുള്ളതുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ പെയിൻ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ആളെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കെയർ ടേക്കറിൻ്റെ അടുത്ത് പോയി ചോദിച്ച് ഇന്നെ ഷർട്ട് ഇട്ടിട്ട് ചേട്ടനല്ല കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്. ആളെ എവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്താണ് ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളെ പോയി കണ്ടു, ചായയൊക്കെ വാങ്ങി കൊടുത്തു. ജസ്റ്റ് ചെറിയൊരു കാര്യങ്ങളൊക്കെ ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതെന്തായാലും ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നി. അപ്പോൾ അങ്ങനെ രക്ഷിച്ച എന്നെ ഇന്നലെ രക്ഷപ്പെടുത്തിയ ആളെ കണ്ടു കിട്ടിയിട്ട് ഞാൻ ആളെ ഇത് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കൊടൈക്കനാൽ വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ടൗണിൽ തന്നെ റൂം എടുക്കാൻ നോക്കുക. വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നുമില്ല, പണിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കാലത്ത് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാൻ നോക്കുക. ഒരു ഉച്ചയ്ക്കൊക്കെ 2 മണി 3 മണിക്ക് മുന്നേയൊക്കെ എത്താൻ നോക്കുക. ഞാനിവിടെ എത്തിയപ്പോൾ 5:30 ആയി. ഇത് ഉള്ളിലേക്ക് നീങ്ങിയിട്ടുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ടൗണിൽ സൈക്കിൾ ഓടി വരുന്നവരുടെ കാര്യം പറഞ്ഞേട്ടാ. ബാക്കി ആർക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. ബൈക്കിലോ കാറിലോ എങ്ങനെയൊക്കെ സുഖമായിട്ട് വന്ന് പോകാം. സൈക്കിൾ വരുമ്പോൾ കുറച്ചുകൂടി പ്ലാൻ ആക്കണം. ടൗണിൽ തന്നെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കണം. വേറെ എന്തൊക്കെ പറയാൻ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കിട്ടില്ലൻ വ്ളോഗായിരുന്നു കേട്ടോ. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വ്ളോഗ്. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. താങ്ക് യു ഗൈസ്. ലവ് യു സോ മച്ച്. നിങ്ങളുടെ സ്നേഹം ഞാൻ ഇത്ര ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ലിവിങ് ഇൻ മൈ ഡ്രീംസ് ആണ്. 2019 കണ്ടിട്ടുള്ളൊരു സ്വപ്നമാണ്. നമ്മൾ ഇന്ന് ഇവിടെ എത്തി എന്നെ ഇത്ര പേര് തിരിച്ചറിയുന്നത്, നമ്മൾ ഇത്ര പേര് തിരിച്ചറിയാനൊക്കെ കാരണം വരണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾ താങ്ക്സ് ടു യു ഗൈസ്. നിങ്ങൾ കാരണമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ ഇപ്പോൾ 3 ദിവസമായി ഇവിടെ. ഇനിയിപ്പോൾ നാളെ ഇവിടെ നിന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ നിന്ന് ചെക്കൗട്ട് ആവും കേട്ടോ. കിടിലൻ വ്ളോഗായിരിക്കും കേട്ടോ. അത് ഇവിടെ നിന്ന് നേരെ ഏകദേശം 68 കിലോമീറ്റർ ഡൗൺ ഹില്ലായിട്ടുണ്ട്. പെപ്പര ഓർമ്മയില്ലേ ആ സംഭവം. ഇവിടെ ഫുൾ ഡൗൺ ഹിൽ. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതിൻ്റെ ഒരു റിസൾട്ടാണ് നാളെ കിട്ടാൻ പോണത്. അപ്പോൾ നാളത്തെ വീഡിയോ മിസ് ചെയ്യാണ്ടിട്ട് കാണുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ. വേറെ ഒന്നുമില്ല.